So trust and obey, for there's no other way to be happy in Jesus than to trust and obey. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നിങ്ങനെ ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നൽകുന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വരുവാൻ ദൈവം ഇടയാക്കി. സഭയായി നിങ്ങൾ ക്രമീകരിച്ച ഈ പ്രത്യേകാൽ ബൈബിൾ ക്ലാസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ നാളുകളിൽ വചനം കേൾക്കാനുള്ള നമ്മുടെ ആഗ്രഹം അധികമായി വർദ്ധിച്ചു വരുവാൻ ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അങ്കിളെ, എൻ്റെ മമ്മി ഏറ്റവും കൂടുതൽ എന്നോട് പറയുന്ന ഒരു വാക്ക് ഉണ്ട്. ആ വാക്ക് എനിക്ക് ഭയങ്കര വിരക്തി തോന്നുന്ന ഒരു വാക്കാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വിരക്തി തോന്നുന്ന മാതാപിതാക്കന്മാരിൽ നിന്നും കേൾക്കുന്ന ഒരു വാക്ക്, അതെന്തരാണപ്പോൾ ആ വാക്ക്? എന്താ? പഠിക്കുക. ഓക്കെ, വേറെ ഏതെങ്കിലും വാക്ക്? എന്തായാലും ഉള്ള സത്യം പറഞ്ഞിട്ടുണ്ട്. എന്തോ? ഫോൺ വയ്ക്കുക. ശരി, വേറെ നമ്മുടെ ജീവിതകാലം മുഴുവൻ എടുത്താൽ ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്ക്, പ്രത്യേകിച്ച് ഉപദേശിമാരുടെ വായിൽ നിന്നുൾപ്പെടെ, ഏതായിരിക്കും? ദൈവവചനം പഠിക്കുക. വേറെ ആയിൽ തുടങ്ങുന്ന ഒരു വാക്ക്, എല്ലാ ക്ലൂവും കൂടെ പറയുന്നില്ല. അനുസരിക്കുക. ഓക്കെ, അനുസരിക്കുക. നമ്മൾ ധാരാളം ഈ വാക്ക് കേട്ടിട്ടുള്ളത് കൊണ്ട് ആ വാക്കിൻ്റെ പിന്നിലെ അതിൻ്റെ വില ചിലപ്പോൾ നമുക്ക് ശരിയായി മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാളുകളിൽ ഈ അനുസരണം എന്നുള്ള വാക്കിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഈ അനുസരണക്കേട് കാരണം കയ്യെത്തുന്ന ദൂരത്ത് എത്തി നിന്ന പല അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1 ശമൂവേൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. നമുക്കെല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു വാക്യമാണ്. എന്താണ്? ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഞാൻ ഈ വാക്യം വായിക്കുന്ന ആളെ ഇങ്ങനെ പരതുകയായിരുന്നു, ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. വെരി ഗുഡ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇതാണ് ആ വാക്യം. ബൈബിളിൽ അനുസരണക്കേട് കാണിച്ച പല പാർട്ടികളെയും നമുക്കറിയാം. പക്ഷേ ഈ ഒരു അനുസരണക്കേട് ഒരിടത്ത് സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്കതൊരു അനുസരണക്കേട് ഒരു വലിയ പാപമായിട്ട് തോന്നാത്തത്? എന്തുകൊണ്ടായിരിക്കും? കാരണം ഈ അനുസരണക്കേട് സംഭവിക്കുന്ന വേദപുസ്തകത്തിലെ സാഹചര്യങ്ങളൊന്നും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ വിചിത്രമായ ചില സംഭവങ്ങളുണ്ട്. അപ്പം അതിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. ദൈവം പറഞ്ഞ കാര്യം അതുപോലെ അനുസരിക്കാതെ അതിന് വിപരീതമായി ചെയ്ത ചില സംഭവങ്ങൾ ബൈബിളിലുണ്ട്. അതുകൊണ്ട് ഇത് ഏത് പ്രായക്കാരും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ആദ്യത്തെ അനുസരണക്കേട് നടന്നത് എവിടെയാണ്? ഏദൻ തോട്ടത്തിൽ, ഉൽപ്പത്തിയിൽ. ഒന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ എല്ലാവരും എടുക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. ഇതൊരു ക്ലാസ് ആയതുകൊണ്ട് എനിക്കൊരു പ്രശ്നമുണ്ട്, ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ പണ്ടൊക്കെയാണ് ഈ ഫ്രണ്ടിലിരിക്കുന്നവരോട് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ ആ പാറ്റേൺ മാറ്റി. കാരണം 1-2 സ്ഥലത്ത് ഈ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഈ ഫ്രണ്ടിൽ ആരുമില്ല. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ ആരുമില്ല. അപ്പം ഞാൻ ഈ സംഘാടകരോട് ചോദിച്ചു, ഈ ഫ്രണ്ടിലത്തെ ബെഞ്ചിൽ ചെയറിൽ എന്താ ആരും ഇരിക്കാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, ബ്രദറാണ് ഇവിടെ പ്രസംഗിക്കുന്നതെന്ന് ഇവിടെ പലർക്കും അറിയാം. അതുകൊണ്ട് അവർക്കറിയാം ബ്രദർ ചോദ്യം ചോദിച്ചു തുടങ്ങിയാൽ ഫ്രണ്ടിലേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് മനഃപൂർവ്വം ഇപ്പോൾ ബാക്കിലാണ് ഇരിപ്പെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു, ഇനി മേലിൽ ചോദ്യങ്ങളൊന്നും ഫ്രണ്ടിൽ ചോദിക്കത്തില്ല, പിന്നെ
ബാക്കിലെ ചോദ്യം ചോദിക്കത്തുള്ളൂ. ഓക്കെ, ആ വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നുവെന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഇതാണ് കഥ. ഇത് നമ്മൾ സ്ഥിരം ഇതിങ്ങനെ വായിച്ചു പോകുന്നത് കൊണ്ട് അതിൻ്റെ ഗൗരവം നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുകയില്ല. ദൈവം ഒരു കൽപ്പന പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ആ നിർദ്ദേശം എപ്പോഴാണോ ഇവർ കേട്ടത്, കേട്ട ഉടൻ പിശാച് അവരെ പരീക്ഷിക്കാൻ വന്നു. അതായത് ദൈവം നമ്മോട് ഏത് വിഷയത്തെക്കുറിച്ചാണോ, നിങ്ങൾ ഇനി ഈ സൺഡേകളിൽ ശ്രദ്ധിച്ചാൽ മതി. സൺഡേയിൽ നമ്മൾ എന്ത് മെസ്സേജാണോ കേൾക്കുന്നത്, ഈ ക്ഷമയെക്കുറിച്ചുള്ള മെസ്സേജ്, ഉദാഹരണത്തിന് സൺഡേയിൽ നിങ്ങൾ ക്ഷമയെക്കുറിച്ചുള്ള മെസ്സേജാണ് കേൾക്കുന്നതെങ്കിൽ, ഈ ക്ഷമയുടെ മെസ്സേജ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ ബാക്കി പറഞ്ഞേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതുമായി ബന്ധപ്പെട്ട പരീക്ഷയായിരിക്കും നമ്മൾ നേരിടുന്നത്. ക്ഷമയുടെ പ്രസംഗം കേട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ജംഗ്ഷനിലോട്ട് വണ്ടിയുമായിട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ വണ്ടിക്ക് വട്ടം വെച്ച് വേറൊരു വണ്ടി വന്ന് ചാടുന്നത്. അപ്പോഴും ക്ഷമയുടെ മെസ്സേജ് അങ്ങ് മറക്കും. വീട്ടിൽ പോയി കയറുമ്പോൾ അടുത്ത ക്ഷമയുടെ മറ്റൊരു പരീക്ഷണമായിരിക്കും, അതും നമ്മളങ്ങ് മറക്കും. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അതായത് എന്താണോ നമ്മൾ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത്, അതേ ഇൻസ്ട്രക്ഷന് വിപരീതമായ സംഭവം ഉടനടി നടന്നിരിക്കും. ഉടനടി നമ്മൾ ആ പരീക്ഷയിൽ വീണിരിക്കും. ഇന്ന് കേൾക്കുന്ന അനുസരണത്തെക്കുറിച്ചാണല്ലോ, എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ഈ വിഷയത്തിലോട്ട് ഞാൻ വരികയാണ്. സർവജ്ഞാനിയായ ദൈവം, സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവം മനുഷ്യനായ ഒരു ആദമിന്, സാധാരണക്കാരന് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ആ പഴം തിന്നരുത്, അത് നിങ്ങൾ ഭക്ഷിക്കാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ അനുസരണക്കേട് കാണിക്കാൻ വീണ്ടും വീണ്ടും പ്രലോഭനം തോന്നുന്നതെന്നറിയാമോ? അതിൻ്റെ പിന്നിലൊരു സൈക്കോളജി ഉണ്ട്, അതിലോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതായത് ഹൗവ ഇതറിഞ്ഞു. ഹൗവയുടെ അടുത്ത് എന്തായാലും ആദം പറഞ്ഞു കാണുമല്ലോ. ഹൗവ ഈ പഴത്തിൻ്റെ അടുത്ത് പോയി. അതൊന്ന് പിക്ചറൈസ് ചെയ്തേ. പഴത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ പഴത്തിലോട്ട് കൈ നീട്ടി. അത് നീളത്തിലെ പഴമാണോ വട്ടത്തിലെ പഴമാണോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഈ പഴത്തിലോട്ട് കൈ നീട്ടി. വല്ലതും സംഭവിച്ചോ? പഴത്തിലോട്ട് കൈ നീട്ടുന്ന ആ സ്പേസിനിടയ്ക്ക് വല്ലതും സംഭവിച്ചോ? ഇല്ല. അപ്പോൾ അടുത്തത് ചെയ്യാൻ പ്രേരണ തോന്നും. വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചോണം. ഒരു കാര്യം മാതാപിതാക്കന്മാർ പറയുന്നു, അത് ലംഘിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും സംഭവിക്കുകയില്ല. അപ്പം നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ ആകും. അതായത് അപ്പോഴും നമുക്ക് കൂടുതൽ ആവേശം തോന്നും. മമ്മി പറഞ്ഞ് അവിടെ പോകരുന്നു, പക്ഷെ അവിടെ പോകാൻ വണ്ടിയിൽ കയറിയപ്പോഴും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. മമ്മി പറഞ്ഞ് ഇന്ന ആളായിട്ട് വലിയ ബന്ധമൊന്നും വേണ്ടെന്ന്, പക്ഷെ അദ്ദേഹത്തെ നോക്കി കണ്ട് ചിരിച്ചപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും സംഭവിച്ചില്ല. അടുത്തുപോയി, ഒന്നും സംഭവിച്ചില്ല. ഇനി പഴത്തെ തൊട്ടപ്പോൾ വല്ലതും പറ്റിയോ? ഇല്ല. ഈ പഴത്തെ തൊട്ടപ്പോഴും ഒന്നും പറ്റിയില്ല. എന്നിട്ട് അത് മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നു. അപ്പോഴും വല്ലതും സംഭവിച്ചോ? ഇല്ല. ഇത് അടുത്തോട്ട് കൊണ്ടുവന്നു. വല്ലത് സംഭവിച്ചോ? ഇല്ല. അതായത് ഈ അനുസരണക്കേടിൻ്റെ പിന്നിലെ ഒരു സൈക്കോളജി ഇതാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും തോറും പ്രത്യേകിച്ച് വലിയ ദൂതൻ ഉടനെ വന്ന് തടസ്സമൊന്നും പെടുത്തത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന ഇത് ദൈവഹിതമല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം തടസ്സപ്പെടുത്തിയില്ല? ഇതെടുത്ത് വായ്ക്കകത്ത് വച്ചു, ഒരു കടിയും കൊടുത്തു, ചവച്ച് ഈ ഹൗവ ഇതങ്ങ് ഇറക്കി. ആദ്യം ഹൗവ തിന്നു എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഹൗവ തിന്നു.
പുറമേ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഇത് ആദമിനും കൂടെ കൊടുത്തു. ആദമും തിന്നതിന് ശേഷമാണ് അടുത്ത പരിപാടി തുടങ്ങുന്നത്. അതുവരെ ഒന്നും സംഭവിക്കുന്നില്ല പുറമെ. അപ്പോൾ ഒരു തെറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ പ്രത്യക്ഷത്തിൽ ഉടനടി തടസ്സമൊന്നും വരാത്തത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് കുഴപ്പമില്ല എന്നാണ്. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു പഴം പറിച്ച് തിന്നാൽ ഇനി എന്തോ മാക്സിമം സംഭവിക്കാനുള്ളത്? ദൈവം പറഞ്ഞു നീ മരിക്കും. ഈ മരണമെന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടെന്നല്ലാതെ അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ആദം ചോദിച്ചോ? ഇല്ല, ആദം ചോദിച്ചില്ല. അതെന്തോ സംഭവം എന്ന് ആദമിന് അറിയാമോ? ഇല്ല. ഈ ചിലപ്പോൾ പറയല്ലോ, ഈ കണ്ടറിഞ്ഞ് പഠിച്ചില്ലെങ്കിൽ കൊണ്ടറിയോ എന്ന് പറഞ്ഞ പോലെ. പുള്ളി അതൊന്നും ചോദിക്കാൻ പോയില്ല. പക്ഷേ സഹോദരങ്ങളെ, ആ പഴം കൈനീട്ടി പറിച്ച് തിന്നിട്ട് അടുത്ത ആൾക്കും കൊടുത്തപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവർക്ക് തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു കയത്തിലോട്ടാണ് ഇവർ പോയി വീണത്. ഒരു പഴം പറിച്ച് തിന്നുമെന്നുള്ള ആ പ്രവൃത്തിയല്ല ഇവര് ഇങ്ങനെയാകാൻ കാരണം. ദൈവം പറഞ്ഞ ആ നിയമം ലംഘിച്ചതിനാണ് കാരണം. അതായത് ഈ പഴം പറിച്ചു തിന്നു ആ പ്രവൃത്തിയല്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ ഇവർ കാണിച്ച എഫേർട്ട് ഉണ്ടല്ലോ, മാനസികമായ ഇവരുടെ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, ആറ്റിറ്റ്യൂഡ്, അതാണ് ദൈവം നോക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഒരു പഴമല്ലേ പറിച്ചു തിന്നുള്ളൂ, ഒരു നോട്ടമല്ലേ നോക്കിയുള്ളൂ, ഒരു കള്ളത്തിൻ്റെ ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ, മോശമായ ഒരു വാക്ക് ദേഷ്യം കയറിയപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ, അത് ചെറുതല്ലേ. ഒരു 50 ലിറ്റർ തൈലം ഇരിക്കുന്നു, അതിൽ ഒരു ഈച്ച വീണു, വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഒരൊറ്റ ഈച്ചയാണ് വീണത്, പക്ഷെ കുഴപ്പമുണ്ട്. 100 ആടുണ്ടായിരുന്നിരിക്കട്ടെ, അതിൽ ഒരാട് പോയാൽ അപ്പൊ ദൈവം ഒന്നിന് പ്രാധാന്യം നൽകുന്നവനാണ്. 10 കൽപ്പനയിൽ ഏറ്റവും ലംഘിച്ചാൽ ഏറ്റവും അടി കൂടുതൽ കിട്ടുന്ന കൽപ്പന ഏതാണെന്ന് ഞാൻ യൂത്ത്സിനോട് ചോദിച്ചതേ ഉള്ളൂ. 10 കൽപ്പനയിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന കൽപ്പന ഏതാണ് ലംഘിച്ചാൽ? എത്രാമത്തെ കൽപ്പനയാണ്? എത്ര? 5-ാമത്തെയോ? എല്ലാ കൽപ്പനയും ഒരുപോലെയാണ് അല്ലേ? വിഗ്രഹാരാധനയ്ക്ക് കിട്ടുന്ന ശിക്ഷയുടെ അതേ ശിക്ഷ തന്നെയാണ് കള്ളം പറയുമ്പോഴും കിട്ടുന്നത്. ഈ അനുസരണക്കേടിൻ്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയ സഹോദരങ്ങളെ, അത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശരീരത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള വ്യാജ ചിന്തയിൽ നാം അത് കൂടുതൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് അനുസരണക്കേടായിക്കോട്ടെ. ഒരു പഴം പറിച്ചു തിന്നു, പക്ഷേ ഇവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഇവരുടെ സകല സുഖവും സന്തോഷവും എൻജോയ്മെന്റും ദൈവിക സാന്നിധ്യവും ഒറ്റ പ്രവൃത്തി കൊണ്ട് ഇവർ നഷ്ടമാക്കി. പ്രിയ സഹോദരങ്ങളെ, ദൈവം നീതിമാനാണ്. നമുക്കെല്ലാവർക്കും, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമല്ലോ, കയ്യെത്തുന്ന ദൂരത്തിൽ നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങൾ, നമുക്ക് കിട്ടാനുള്ള നന്മകൾ, നമുക്ക് കിട്ടാനുള്ള ചില അച്ചീവ്മെന്റുകൾ, ചില നേട്ടങ്ങൾ, ഇതൊക്കെ കയ്യെത്തുന്ന ദൂരത്തിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഒരനുസരണക്കേട് ഇതിനെ സകലത്തിനെയും തകർത്ത് കളയുന്നത്. അത് മാതാപിതാക്കന്മാരോടുള്ള മക്കളുടെ അനുസരണക്കേടായിരിക്കാം, ചിലപ്പോൾ ഭർത്താവിനോടുള്ള ഭാര്യയുടെ അനുസരണക്കേടായിരിക്കാം, മറ്റു ചിലപ്പോൾ ദൈവദാസന്മാരോടും സഭയോടും സഭാ ശുശ്രൂഷകരോടുമുള്ള വിശ്വാസികളുടെ അനുസരണക്കേടായിരിക്കാം. ഒന്നുമില്ല, ചിലപ്പോൾ അധികാരികളോടുള്ള വിശ്വാസികളായ നമ്മുടെ അനുസരണക്കേടായിരിക്കാം. ഒരു ചെറിയ അനുസരണക്കേട് വലിയ വില കൊടുക്കേണ്ടി വരും സഹോദരങ്ങളെ, വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു പഴം പറിച്ചു തിന്നതിന് ദൈവം അവരുടെ നിത്യജീവന്റെ വിഷയത്തിൽ പോലും കയറി ഇടപെട്ടു. ഒരു പഴം പറിച്ചു തിന്നതാ, അത് പറിച്ചു തിന്നരുതെന്ന് പറഞ്ഞു, ഇവർ പറിച്ചങ്ങ് തിന്നു. ഇവിടെ കൊലപാതകം നടന്നില്ല, അടുത്തവൻ്റെ അത് മോഷ്ടിച്ചില്ല. ഈ തോട്ടം മുഴുവൻ ആർക്കുള്ളതാ? ഇവർക്കുള്ളതാ.
പക്ഷേ ഡിസൊബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ്, ഇറ്റ്സ് എ സിൻ. കളിക്കരുത്. ഡോണ്ട് പ്ലേ വിത്ത് ഗാഡ്. ദൈവത്തെ പരിഹസിച്ചുകൂടാ. അടുത്ത, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇനി അടുത്തൊരു ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 16, ഉൽപ്പത്തി പുസ്തകം 16 2-ാമത്തെ വാക്യം. സാറായി അബ്രാമിനോട്, ഇതൊരു നേരെ അടുത്ത് നമ്മൾ വേറൊരു കുടുംബത്തിലോട്ട് ചെല്ലുകയാണ്. നേരത്തെ ആദ്യത്തെയും കുടുംബം തന്നെയായിരുന്നു, ഇത് രണ്ടാമത്തെ മറ്റൊരു കുടുംബം. വായിച്ചോ. ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. യഹോവയാണ് അടച്ചത്, ശരി. എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. ദൈവം അടച്ചു. ഉടനെ പുള്ളിക്കാരി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അച്ചായ, പിന്നെ നമുക്ക് എന്തായാലും ഒരു കുഞ്ഞു വേണം. അതുകൊണ്ട് അച്ചായൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് അങ്ങ് പൊയ്ക്കോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ അബ്രഹാം സാറയുടെ അടുത്ത് പോയി സാറ പറഞ്ഞതനുസരിച്ച്, ഭാര്യ പറഞ്ഞതനുസരിച്ച് ആരുടെ അടുത്ത് പോയി? ഹാഗറിൻ്റെ അടുത്ത് പോയി തെറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ വല്ല ക്യാൻസർ വല്ലതും വന്നോ? ഒന്നും വന്നില്ല. തലവേദനയോ ജലദോഷം വല്ലതും വന്നോ? കൊറോണ ഒന്നും വന്നില്ലല്ലോ, ഒരു കുഴപ്പമില്ലായിരുന്നു. പുള്ളി ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയിട്ട് നടന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പ്രസവിക്കുകയും ചെയ്തു, കുഞ്ഞുമായി. വല്ലതും സംഭവിച്ചോ? ഇന്ന് ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം അവിടെ തുടങ്ങിയ അനുസരണക്കേടിൻ്റെ ഫലമാണ്. യു ജസ്റ്റ് ഇമാജിൻ. ഒരു ചെറിയ അനുസരണക്കേട്, ദൈവം വച്ചിരിക്കുന്ന വഴിയെ ബൈപ്പാസ് ചെയ്യാൻ തീരുമാനിച്ച ഇവരുടെ ചെറിയൊരു അനുസരണക്കേട് ഇന്നും ലോകരാജ്യങ്ങൾ അങ്ങുമെങ്ങും കൊന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ആദ്യ കാരണം ഈ കുടുംബമാണ്. ഓൾഡ് ഏജുകാർക്ക് വേണ്ടി ഞങ്ങളൊരു VBS നടത്തി. ഓൾഡ് ഏജുകാരെന്ന് പറഞ്ഞാൽ 70 കഴിഞ്ഞ അപ്പച്ചനമ്മച്ചിമാർക്ക് വേണ്ടി ഞങ്ങളൊരു VBS നടത്തി. ഭയങ്കര ആവേശത്തോടെ പങ്കെടുത്തു. ആളുകളെല്ലാം VBSൽ ആവേശത്തോടെ പങ്കെടുത്തു. അപ്പോൾ ഇവർക്ക് ഉള്ള കൗൺസിലിംഗ് സെഷൻ വന്നപ്പോൾ അതിലൊരു അപ്പച്ചൻ പറഞ്ഞു, അന്ന് ഞാൻ കാണിച്ച ഒരു ചെറിയൊരു അബദ്ധം ഇന്ന് എൻ്റെ സ്വത്തെല്ലാം പോയി. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അവിടെ കാണുന്ന അത്രയും ഏക്കർ കണ്ടോ? കണ്ടു. അത് എൻ്റെതായിരുന്നു. ശരി. ഇപ്പോൾ അത് വേറെ ആരുടെയാ? ഞാൻ മദ്യപിച്ച് ആളുകൾക്ക് അന്നത്തെ കാലത്ത് പണത്തിന് വേണ്ടി അങ്ങ് എഴുതി കൊടുത്തു. ചെറിയൊരു അബദ്ധം. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം മക്കളൊക്കെ അതിന് തൊട്ടടുത്ത് ചെറിയൊരു ചായ്പുണ്ട്, ആ വീട്ടിലുണ്ട്, ഒന്ന് മക്കളെ പോയി കാണണം, അവരാണ് എന്നെ കൊണ്ട് ഇവിടെ ഇട്ടത്. ഈ മക്കൾ പറഞ്ഞ വാക്ക് അതാ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. ഈ മക്കൾ പറഞ്ഞു, അന്ന് എൻ്റെ അപ്പച്ചൻ കാണിച്ച ആ അനുസരണക്കേട്, ആ അഹങ്കാരം കാരണം ഞങ്ങൾ സാറേ ഇവിടെ പട്ടിണി കിടക്കുകയാണ്. അന്ന് അബ്രഹാം കാണിച്ച ഒരനുസരണക്കേട്, സാറ പറഞ്ഞ ഒരനുസരണക്കേട്, ഇന്ന് ഇസ്രായേൽ ജനങ്ങൾ വെള്ളം കുടിക്കുകയാണ്. നാളെ നമ്മളൊക്കെ മരിച്ചു പോയതിനു ശേഷം ഉണ്ടല്ലോ, നമ്മുടെ തലമുറകൾ നമ്മളെ നോക്കി പറയരുത്, ഒരു അപ്പച്ചനുണ്ടായിരുന്നു, ബെൻസിക്ക് അപ്പച്ചൻ, പുള്ളി ഒരൊറ്റ ആൾ കാരണം ഞങ്ങൾ ഇങ്ങനെ ആയത് എന്ന് നമ്മളെ ആരെയും കുറിച്ച് പറയരുത്. ഇപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമായിരിക്കാം, പക്ഷേ ചില വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ടാറ്റ പറഞ്ഞു പോയിട്ട് നമ്മുടെ തലമുറകൾ നമ്മളെ നോക്കി നാളെ പറയരുത്, എൻ്റെ പപ്പ അന്ന് കാണിച്ച ഒരു പാപമുണ്ടല്ലോ, എൻ്റെ മമ്മി അന്ന് കാണിച്ച ഒരു എടുത്തുചാട്ടമുണ്ടല്ലോ, ഞങ്ങൾ ഇന്ന് നരകയാതന അനുഭവിക്കുന്നതിൻ്റെ കാരണം എൻ്റെ പപ്പയും മമ്മിയും കാണിച്ച ആ അനുസരണക്കേടാണ്. ചിലപ്പോൾ ചിലർ വളരെ അഭിമാനത്തോടെ പറയാറുണ്ട്, എൻ്റെ അപ്പച്ചൻ്റെ സ്കൂളാത്, ആ അപ്പച്ചൻ ഞങ്ങളെ നല്ലവണ്ണം പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ സ്കൂളിലെ അതിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മാനേജറായിരിക്കുന്നത്. എൻ്റെ അപ്പച്ചനാ അത് തുടങ്ങിയത്. അഭിമാനത്തോടെ പറയും. സഹോദരങ്ങളെ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഒരു 200 വർഷം കഴിഞ്ഞ് എന്നെയും നിങ്ങളെയും കുറിച്ച് അനുസരിച്ചവരെന്ന് പറയുമോ, അതോ ഞാനും നിങ്ങളും കാണിച്ച ഏതെങ്കിലും ഒരു ചെറിയ അബദ്ധം കാരണം അതിൻ്റെ പിൻതലമുറക്കാർ ശാപവാക്കുകൾ പറയുമോ? ഇവിടെ അതായിരുന്നു ഈ അബ്രഹാമിൻ്റെ കാര്യത്തിൽ. ഇനി അടുത്ത് വേറൊരു കഥാപാത്രമുണ്ട്, അതിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. വായിക്കാം. സംഖ്യാപുസ്തകം 20 അതിൻ്റെ 7-ാമത്തെ വാക്യം. നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി
അവർ കാണുക പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ചും ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. അതെ, ഇവിടുത്തെ ആവശ്യം എന്താണ്? ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവർക്ക് വെള്ളമില്ല. മോശ വെള്ളം കൊടുത്തോ? കൊടുത്തു. പ്രശ്നം തീർന്നു. ഒരു പ്രശ്നമുണ്ടായി, പക്ഷെ ആ പ്രശ്നം പരിഹരിച്ചു. പക്ഷെ അതെങ്ങനെ പരിഹരിച്ചു? ഈ വെള്ളം കുടിച്ചിട്ട് പോയവർക്ക് ഇതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അവർ വെള്ളം കുടിച്ചിട്ട് അങ്ങ് പോയി. സന്തോഷമായി. മോശ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് വെള്ളം കുടിച്ചിട്ട് ദൈവം മോശയോട് പറഞ്ഞു, നീ കൽപ്പിച്ചാൽ മതി. കൽപ്പിക്കാൻ പറഞ്ഞു. മോശ വടിയെടുത്ത് എന്ത് ചെയ്തു? 2 അടി അങ്ങ് കൊടുത്തു. ഈ ദേഷ്യം കയറുമ്പോൾ കാണിക്കുന്ന ചില വികൃതികളുണ്ടല്ലോ, മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബി വെരി കെയർഫുൾ. അതിസൗമ്യനായ മോശ കമ്പെടുത്ത് 2 അടി കൊടുത്തു. വെള്ളം വന്നു. അതായത് പുറമേ നോക്കിയാൽ പ്രത്യേകിച്ച് പ്രശ്നം ഒന്നും നടന്നില്ല. ഈ അടി കിട്ടി, പാറ ഇന്ന് വെള്ളം വരികയും ചെയ്തു. മോശ തിരിച്ച് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഹാർട്ട് അറ്റാക്ക് വന്നോ? ഇല്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ മോശ കുഴഞ്ഞു വീണങ്ങ് മരിച്ചോ? ഇല്ല. ഒരു കുഴപ്പവും സംഭവിച്ചില്ല. പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, 6 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനങ്ങളെ നയിച്ച് അവസാനം കാലെടുത്ത് വയ്ക്കുന്ന സമയമെത്തിയപ്പോൾ ദൈവം പറഞ്ഞു, സ്റ്റോപ്പ്, നീ അവിടെ നിന്നോ, നീ ഇങ്ങോട്ട് കയറണ്ട. ഈ ചില വീടുകളിൽ വീടിൻ്റെ കയറി താമസത്തിന് പോകുമ്പോൾ ആ വീട് വയ്ക്കാനായിട്ട് ശ്രമിച്ച അച്ഛനോ അമ്മയോ ആകട്ടെ, ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി. അപ്പോൾ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയും. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണ്, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഗൾഫിലോ പുറം രാജ്യത്തോ എവിടെയെങ്കിലും പോയി കഷ്ടപ്പെട്ട് ഒരു വീട് വെച്ചു. അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കുന്നു. ഇവിടെ സഹോദരി വീടൊക്കെ വെച്ച് ഏതാണ്ട് റെഡിയായി. അതിൻ്റെ സ്തോത്ര ശുശ്രൂഷയ്ക്ക് സഹോദരന്മാരൊക്കെ വരുന്നു. ഇദ്ദേഹം ഈ പറഞ്ഞ സമയത്ത് കൊച്ചി എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ആക്സിഡൻറ്റ് പറ്റി അങ്ങ് മരിച്ചോ എന്ന് ചിന്തിച്ചോ? നമ്മളെന്തോ പറയും? ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീടുണ്ടാക്കിയിട്ട് അതൊന്ന് കാണാൻ പോലും ഇദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ലല്ലോ. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ അത് പറയാതെ സംഭവിച്ച അബദ്ധമാണ്. അബദ്ധം എന്നല്ല, അപകടമാണ്. ഓക്കെ, അദ്ദേഹത്തെ സംബന്ധിച്ച് കർത്താവിനെ കണ്ടു, തീർന്നു. ഇത് മോശയോട് ദൈവം നേരിട്ട് പറയാണ്, നീ ആ മലയുടെ മുകളിൽ പോയി നിന്നിട്ട് കണ്ടോളണേ, നിന്നെ ഞാൻ കയറ്റത്തില്ല അവിടെ. മോശയുടെ മാനസിക സ്ഥിതി ഒന്ന് ആലോചിച്ചു. അന്ന് ഞാൻ ദേഷ്യം കയറി ആ 2 അടി കൊടുക്കാതിരുന്നെങ്കിലോ? കൈ ഉയർത്തി 2 അടി അടിച്ചതേ ഉള്ളൂ, വെള്ളവും വന്നു, പ്രോബ്ലം സോൾവ് ആയി. പക്ഷേ ദൈവത്തിൻ്റെ കണക്കിൽ നിന്റെ അനുസരണക്കേട് എഴുതി വെച്ചു. ദേഷ്യം വന്നപ്പോൾ ഭാര്യയെ കൈ ഉയർത്തി 2 അടി അടിച്ചു. പ്രശ്നം തീർന്നു. ഭാര്യ അതോടെ മാനസാന്തരപ്പെട്ടു. ചിലർക്ക് അങ്ങനെയാണല്ലോ, അടി കിട്ടുമ്പോൾ മാനസാന്തരപ്പെടുന്ന പോലെ. പുള്ളിക്കാരി മാനസാന്തരപ്പെട്ടു. പിറ്റേ ദിവസം മുതൽ കാര്യമൊക്കെ ശരിയായി. പക്ഷേ ഈ അടി കൊടുത്ത പാർട്ടിക്ക് എഴുതി വയ്ക്കും. ദേഷ്യം വന്നു, ഭർത്താവിനെ കുനിച്ചീർത്തി 2 ഇടിയും കൊടുത്ത് മിണ്ടായിരുന്നോളാം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. അച്ഛൻ അതോടുകൂടെ കുടിയും വലിയൊക്കെ നിർത്തി കർത്തൃമേശ സ്ഥിരം പങ്കെടുക്കാൻ തുടങ്ങി. അല്ലെങ്കിലും പങ്കെടുക്കും, എന്നാലും കുടിച്ചോണ്ടായിരുന്നു. പക്ഷേ ഇത് ഭാര്യ കണ്ടുപിടിച്ച് 2 ഇടിയൊക്കെ കൊടുത്തപ്പോൾ കാര്യം ശരിയായി. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈ കുനിച്ചീർത്തി ഇടിച്ചതിൻ്റെ ബാക്കി ദൈവം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, ഈ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും. പക്ഷേ റിസൾട്ടും നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ വഴിതെറ്റിച്ചു എന്ന കാരണത്താൽ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അനുസരണക്കേട് എന്ന് പറയുന്നത് അത്ര ഗൗരവമാണ് എന്നുള്ളതാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 5:19. ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. പ്രിയ സഹോദരങ്ങളെ,
അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതിൻ്റെ ആ ഗൗരവം കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ഭാഗങ്ങൾ എടുത്തു പറഞ്ഞത്. ദൈവാത്മാവ് നമ്മോട് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ വിഷയത്തോട് മറുത്ത് അനുസരണക്കേട് കാണിച്ചാൽ അത് നമ്മെ മാത്രമല്ല തലമുറകളെയും ബാധിക്കും എന്നുള്ളതാണ് നാം ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി അടുത്ത ഭാഗം കൂടെ പറഞ്ഞാലേ ഇത് ക്ലിയർ ആകത്തുള്ളല്ലോ. അനുസരണത്തിൻ്റെ പിന്നിലെ ഗുണങ്ങൾ ചില ഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദഭാഗത്ത് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇത് എലീശ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എലീശയുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചകന്മാര് പലരുണ്ടായിരുന്നു. അതിൽ ഒരു പ്രവാചകന്റെ ഭാര്യ മരിച്ചുപോയി, ഒരു പ്രവാചകൻ മരിച്ചുപോയി. അപ്പോൾ ഭാര്യ കടക്കണിയിലായി. മക്കളെ പിടിക്കാൻ ആളുകൾ വന്നപ്പോൾ ഈ ഭാര്യ ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പറയുന്ന കാര്യമാണ്. ഇനി വായിച്ചോ. നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തു മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടുചെന്ന് തൻ്റെ മക്കളോട് കൂടെ അകത്തു കടന്നു വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്നു ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റു കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇത് വലിയൊരു കഥയാണ്, നടന്നൊരു സംഭവമാണ്. കഥ എന്നുള്ളതിനേക്കാൾ നടന്നൊരു സംഭവമാണ്. ശ്രദ്ധിച്ചോണേ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? ഇവിടുത്തെ പ്രശ്നം, മക്കൾ അടിമകളാക്കപ്പെടാനായിട്ട് പോകുന്നു, പിടിക്കാൻ ആൾ വന്നു, അതാണ് പ്രശ്നം. ഇനി ഇത് പരിഹരിക്കപ്പെടുന്ന രീതി വളരെ ശ്രദ്ധിച്ചോണം. മക്കൾ അടിമകളാക്കപ്പെടാൻ പോകുന്നു, സ്വന്തം മാതാപിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് മക്കൾ പോകാൻ പോകുന്നു, മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. ഈ മക്കൾ അടിമകളെപ്പോലെ ചെയിൻഡായിട്ട് മറ്റൊരാളുടെ കയ്യിലോട്ട് അകപ്പെടാൻ പോകുന്നു. ഇതാണ് പ്രശ്നം. ഈ അമ്മ കരഞ്ഞുകൊണ്ട് ദൈവദാസന്റെ അടുക്കൽ വന്നു. ദൈവദാസൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തോ ചോദിച്ചത്? നിന്റെ പക്കൽ എന്തുണ്ട്? പുള്ളിക്കാരി എന്തോ പറഞ്ഞത്? 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. പറഞ്ഞത് സത്യമാണോ കള്ളമാണോ? അന്നത്തെ കാലത്തെ വിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമായിരുന്നു എണ്ണ. അതുകൊണ്ടാണ് പുള്ളിക്കാരി പറഞ്ഞത്, ദേവദാസ 1 ഭരണി എണ്ണയുണ്ട്. പ്രശ്നം പരിഹരിക്കാനായിട്ട് പുള്ളിക്കാരി ചെയ്ത ആദ്യത്തെ കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. ഷീ സെഡ് ദ ട്രൂത്ത്. പ്രശ്നപരിഹാരത്തിന് ഏറ്റവും ബെസ്റ്റ് മാർഗം സത്യമേ പറയാവൂ. വായിൽ വരുന്ന കള്ളമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. ദൈവദാസനോടാ പറയുന്നത്, ഇദ്ദേഹത്തിന് അറിയാം ഈ പറയുന്ന കള്ളമാണോ സത്യമെന്ന്. ഉള്ള സത്യം പറഞ്ഞു. വേണമെങ്കിൽ കള്ളം പറയാം, പക്ഷേ അനുസരണത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം അതാണ്, ടെൽ ദ ട്രൂത്ത്, സത്യം പറയുക. പുള്ളിക്കാരി ഉള്ള സത്യം പറഞ്ഞു. എണ്ണയുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ദൈവദാസൻ എന്തോ പറഞ്ഞു? ഈ എണ്ണ എന്ത് ചെയ്യണം? അടുത്ത വീടുകളിൽ നിന്ന് പാത്രം വാങ്ങണം, പാത്രം വാങ്ങി ആ പാത്രത്തിൽ എണ്ണ ഒഴിക്കണം. ഇതാണ് നീ ചെയ്യേണ്ട ജോലി. ഇതെങ്ങാനും മലയാളി സഹോദരി ആയിരുന്നെങ്കിൽ, ബാക്കി പറഞ്ഞേ, റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ. ഇതെങ്ങാനും മലയാളി സഹോദരിയാണെന്ന് ചിന്തിച്ചോ. ആദ്യത്തെ ചോദ്യം വരും. എന്തോ ചോദ്യം? എനിക്ക് വീടുകളിലൊന്നും കയറിപ്പോയി അങ്ങനെ കൈനീട്ടി നിൽക്കാനൊന്നും വയ്യ, അങ്ങനെയൊന്നും പറ്റത്തില്ല, എൻ്റെ പ്രശ്നം പരിഹരിച്ച.
അനുസരിച്ചാലേ നിന്റെ ജീവിതത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെടൂ. ഈ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം അനുസരണക്കേടാണ്. നമ്മുടെ ജീവിതത്തിന്റെ പഴയ ചരിത്രങ്ങൾ എടുത്തു നോക്കിയേ. അനുസരണക്കേട് കാണിച്ച ഒറ്റ കാരണത്താല ഇപ്പോഴും പ്രശ്നം നമ്മൾ നേരിടുന്നത്. ഇപ്പോഴും അതിന്റെ തിക്തനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈ? ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഡിസോബീഡിയൻസ്. പ്രശ്നം പരിഹരിക്കണോ? ദൈവം പറയുന്നത് അതുപോലെ അങ്ങ് ചെയ്യണം, വിതൗട്ട് ക്വസ്റ്റ്യനിങ്. പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കാം. ഉള്ള വീടുകളെല്ലാം കൂടെ കയറി ഞാൻ ഓടി നടന്ന് എണ്ണ വാങ്ങിച്ച് ഇനി ഞാൻ കൊണ്ടുപോയി വിൽക്കണം, അതിനാണോ ഞാനിവിടെ വന്നത്? എല്ലാവരോടും പറയുകയാണ്, മാതാപിതാക്കന്മാര് മക്കളോട് ചില നിയമങ്ങൾ പറയുമ്പോൾ, മക്കളെ നിങ്ങൾ ഒരു മറുചോദ്യവും ചോദിക്കാതെ ഒന്ന് അനുസരിച്ച് നോക്ക്. സഹോദരിമാരെ, ഭർത്താക്കന്മാർ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങോട്ട് ചാടിക്കയറി കടിച്ചു തിന്നാൻ നിൽക്കാതെ ഒന്ന് അനുസരിക്കാൻ പഠിച്ചു നോക്ക്. സഹോദരന്മാരെ, സഹോദരിമാരെ, സഭയിലെ ചുമതലപ്പെട്ടവർ നമ്മോട് ചില നിയമങ്ങൾ പറയുമ്പോൾ, ഇത് ഒരിടത്തും ഇല്ലാത്ത നിയമം, ഇവിടെ എന്തിന് ഇങ്ങനെ ഒരു നിയമം എന്നൊന്നും പറയണ്ട, ജസ്റ്റ് ഒബേ. അതിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾ അനുഭവിച്ചിരിക്കും. ഈ സഹോദരിക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം. ആ ദേവദാസ, ഞാൻ പറഞ്ഞില്ലേ, ആകെ എൻ്റെ അടുത്ത് ഒരു കുടമല്ലേ ഉള്ള, ഒരു കുട എണ്ണയേ ഉള്ളൂ. ഇനി ഉള്ള വീടുകളെല്ലാം പോയി ആ കുടം കൊണ്ടുവച്ച് ഈ ഒരു കുടത്തിലെ എണ്ണ അതിലോട്ട് ഒഴിക്കുമ്പോൾ ഇതിൽ തീരത്തില്ലേ? എന്നാൽ പുള്ളിക്കാരി വേറെ ആർട്ടിക്കിളൊന്നും ഇതുവരെ വായിച്ചിട്ടില്ലല്ലോ, ഇതുപോലെ ഇതിന് പണ്ട് സംഭവം നടന്നതായിട്ട് ഇല്ല, അറിയത്തുമില്ല. അപ്പം ഇതിൽ എടുത്ത് അതിലൊഴിക്കുമ്പോൾ ഇവിടെ തീർന്നു പോകത്തില്ല. ലോജിക്കലി ചോദ്യം ചോദിക്കാം. ഈ ദൈവവചനം പറയുന്ന കൽപ്പനകൾ നമ്മൾ അനുസരിക്കുമ്പോണ്ടല്ലോ, ഒരു ചോദ്യവും ചോദിക്കാൻ പോകരുത്. ഇത് നമ്മുടെ തലച്ചോറിൽ ചിലപ്പോൾ കയറത്തില്ല. സ്നാനപ്പെടണം, ദൈവമേ ഞാൻ തയ്യാറാണ്. ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. നീ സ്നാനപ്പെടാൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്. ഇനി ഇങ്ങനെ ചെയ്താൽ അങ്ങനെ എന്തോ സംഭവിക്കുന്നു, അത് ചെയ്താൽ ഇത്, ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം പിന്നെ പാപം ചെയ്യത്തില്ല, പിന്നെ പാപം ചെയ്യുമ്പോൾ പിന്നെ ഞാൻ പിന്നെ വീണ്ടും കയറി സ്നാനപ്പെടണോ? അതിനേക്കാളും നല്ല സ്നാനപ്പെടാതിരിക്കുന്നല്ലേ നല്ലത്. ദൈവം പറഞ്ഞു സ്നാനപ്പെടാൻ, മതി. ആ ഒരു അനുസരണം നമുക്ക് വേണം. ഇവിടെ ഈ സഹോദരി ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ഗുണമെന്താണ്? പ്രശ്ന പരിഹാരത്തിന് അനുസരണം നല്ലതാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ദൈവം പറയുന്നത് നീ ആദ്യം ഒന്ന് അനുസരിക്കുക. ഇനി 2, മറ്റൊരിടത്ത് ഇതുപോലെ അനുസരിച്ച ഒരു സംഭവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 6:22. ജെനസിസ് ചാപ്റ്റർ 6:22. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവം നോഹയോട് എന്താ പറഞ്ഞത്? പെട്ടകം ഉണ്ടാക്കാൻ. തിരിച്ചെന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം. ദൈവമേ, ഞാൻ രക്ഷപ്പെടും, എനിക്കറിയാം. പിന്നെ ഈ പട്ടിയും പൂച്ചയൊക്കെ ഇതിനകത്ത് കയറ്റേണ്ട വല്ല കാര്യമുണ്ടോ? ഇത്രയും വലിയ, എനിക്ക് വേണ്ടി ഓക്കെ സമ്മതിച്ച്, ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ കുരങ്ങനെയും പിടിച്ച് ഇതിനകത്ത് കയറ്റി എന്നെ കൊണ്ട് പറ്റത്തില്ല. ദൈവമേ, ചോദിക്കാം. ന്യായമായി എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആ വാക്ക് ശ്രദ്ധിച്ചോ? ആ മോൻ വായിച്ച വാക്ക് ശ്രദ്ധിച്ചോ? ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. ശ്രദ്ധിച്ചോ? ദൈവം നോഹയോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അടുത്ത് വീണ്ടും ദൈവാത്മാവ് എടുത്തു പറയുക ആവേശത്തില്, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അങ്ങനെ തന്നെ ചെയ്തു. എങ്ങനെ തന്നെ ചെയ്തു? ഈ പെട്ടകം പണിത് വന്നപ്പോൾ ഏത് മരമാണ് ഇതിന് ഉപയോഗിച്ചത്? ഏത്? എന്തോന്ന്? ഗോഫർ മരം. ഈ ഗോഫർ മരം വെട്ടി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇത് കാട്ടിൻ്റെ ഉള്ളിൽ പോയി വെട്ടിക്കൊണ്ടുവരേണ്ട സാധനമാണ്. ഇത് വീട്ടിനടുത്ത് നിൽക്കുന്ന സാധനമല്ല, അത്രയും വിലപ്പെട്ടതാണല്ലോ. ഇതെല്ലാം പണിത് വരുമ്പോൾ അവസാനത്തെ ഈ വാതിലും വയ്ക്കാറായി. ഒരു ചെറിയൊരു റീപ്പർ, ഒരു ഇത്ര നീളത്തിലുള്ള ഒരു ചെറിയൊരു കഷ്ണം കൂടെ വേണം. പരിസരത്ത് എല്ലാം പരതിയിട്ട് ഈ ഒരു ചെറിയ കഷ്ണം കിട്ടാനില്ലെന്ന് ചിന്തിച്ചോ? ഇത് മലയാളി ആയിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ? അവിടെ കിടന്ന മടലെടുത്ത് 2 കഷ്ണം കട്ട് ചെയ്ത് ദൈവത്തെ പരിഹസിക്കാനായിട്ട് വേണമെങ്കിൽ പെയിൻറ്റും ഒക്കെ അടിച്ച്, ഒന്നും അറിയാത്ത പോലെ, കർത്താവേ അങ്ങ് പറഞ്ഞ പോലെ ചെയ്തു. ഇദ്ദേഹം എന്ത് ചെയ്തതാണ്? വീണ്ടും പോയി
എടുക്കേണ്ടത് ഒരു തടിയുടെ ഒരു ചെറിയ കഷ്ണം പോലും മാറ്റി അടിച്ചില്ല. സൗകര്യത്തിന് വേണ്ടി നിയമം മാറ്റരുത്. ദൈവവചനം പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതുപോലെ ചെയ്യാൻ പഠിച്ചാൽ സഹോദരങ്ങളെ ഓർത്തോണം, വരാനിരിക്കുന്ന വലിയ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അനുസരണത്തിന്റെ രണ്ടാമത്തെ ഗുണമാണ്. ഇവര് അനുസരിച്ചു. എന്താണ് ഗുണം? വലിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി 3, അനുസരണത്തിന്റെ മൂന്നാമത്തെ ഗുണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ വായിച്ചോ. ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നുവരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞു കടന്നുപോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിനു സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യനിയമമായി ആചരിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോ. എല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ കഥ രൂപത്തിൽ പറഞ്ഞു പോകുന്നത്. വീട്ടിലെ ആദ്യജാതൻ കൊല്ലപ്പെടും ഇതനുസരിച്ചില്ലെങ്കിൽ. ഇതിലൊരു പപ്പ, വീട്ടിലെ ഒരു പപ്പ, കാരണം ഇതിനു മുമ്പ് ഈ സംഭവം നടന്നിട്ടേ ഇല്ല. മലയാളി പപ്പയാണെങ്കിൽ മലയാളികളോട് റിലേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുക. എങ്കിൽ ഇന്നൊന്ന് ദൈവത്തെ ബാക്കി പറ. ഏതെങ്കിലും മലയാളി പപ്പ ധൈര്യപ്പെടുവോ ഒന്ന് പരീക്ഷിക്കാൻ? ഈ നിയമത്തെ പരീക്ഷിക്കാൻ ധൈര്യമുള്ള ഏത് പപ്പയുണ്ട്? സഹോദരങ്ങളെ, നമ്മൾ എത്ര വട്ടം ദൈവത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാനിത് ലംഘിക്കും, ദൈവമാണെങ്കിൽ എന്നെ ഇപ്പൊ ശിക്ഷിച്ച് കളയട്ടോ. ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഒരു ബുക്കുണ്ട്, അതിൽ ഞാൻ വായിച്ച ഒരു കഥയാണ്. പക്ഷേ ഞാൻ വായിച്ചപ്പോൾ പലവട്ടം ചിന്തിച്ചു, ഇത് മിക്കവാറും നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്: ഈ പപ്പന്മാരൊക്കെ കുറുമ്പടിമേലും കട്ടളമേലും ഈ രക്തമൊക്കെ പുരട്ടി. അപ്പോൾ ആ വീട്ടിലെ മൂത്തവൻ വന്ന് ചോദിച്ചു, പപ്പ ഇതെന്തോ സംഭവം? പപ്പ എങ്ങനെയായിരിക്കും ഇത് അവതരിപ്പിക്കുന്നത്? എടാ മോനെ, ഇന്ന് രാത്രി 12 മണിക്ക് ഇതുവഴി ഒരു പാർട്ടി പോവും, സംഹാരദൂതൻ പോവും. ദൂതൻ പോകുമ്പോൾ ഈ വീട്ടിൽ കട്ടളമേലും കുറുമ്പടിമേലും ഇതിൻ്റെ അതായത് ആടിൻ്റെ രക്തം ഇല്ലെങ്കിൽ ആ വീട്ടിലെ മൂത്ത മകൻ, അവനാണിത് ചോദിച്ചത്, മൂത്ത മകൻ മരിച്ചു പോകും. അപ്പൊ ഈ മൂത്ത മകൻ്റെ മനസ്സിൽ അപ്പോഴേ ഒരു നെഞ്ചിടിപ്പായിരിക്കും. സമയം നോക്കി മണി 6. രാത്രി എല്ലാവരും അത്താഴമൊക്കെ കഴിച്ചിങ്ങനെ കിടക്കാറായപ്പോൾ ഇവൻ പതുക്കെ വീട്ടിൻ്റെ വെളിയിൽ പോയിട്ട് ഒന്നുകൂടെ ആ കട്ടളയും കുറുമ്പടി ഒന്ന് നോക്കി, ഇതിലെവിടെയെങ്ങാനും പപ്പ തേച്ചപ്പോൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കിയില്ല. എല്ലാം കൃത്യമാണ്. എന്നിട്ടും ഇവൻ രാത്രി 11 മണിയാകുമ്പോൾ ഉറക്കം വരുമോ ഇല്ലയോ? ഈ മകൻ ഉറക്കം വരാതെ, ആ എഴുത്തുകാരൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ മകൻ ഉറക്കം വരാതെ പപ്പയെ വീണ്ടും എഴുന്നേൽപ്പിച്ചിട്ട് പപ്പയുടെ പറഞ്ഞു, പപ്പ അത് ആ തേച്ചപ്പോഴേ അതിൻ്റെ സൈഡിൽ ഒരറ്റത്ത് ജസ്റ്റ് ഒന്ന് വിട്ടുപോയോ എന്നൊരു സംശയം. ഇത് പെയിൻറ്റ് തേക്കുമ്പോൾ അങ്ങനെയല്ലോ, ചിലപ്പോൾ ഒരു സൈഡ് വിട്ടുപോയോ എന്നൊരു സംശയം. പപ്പ വാ പപ്പ അതുകൂടെ ഒന്ന് തേക്കു പപ്പ. ഈ പപ്പ തേക്കോ ഇല്ലയോ? ഈ മകൻ്റെ മനസമാധാനത്തിന് അനുസരണം പറഞ്ഞതുകൊണ്ട് അത് 2 വട്ടം തേക്കും. കാരണം അത് എൻ്റെ മകൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒന്നുകൂടെ പോയി തേക്കും, കാരണം ഇതെൻ്റെ മകൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. പ്രിയ സഹോദരങ്ങളെ, അനുസരണം എന്ന് പറയുമ്പോൾ 1 അല്ല 10 വട്ടം ഇത് ഞാൻ ചെയ്തോ, ഇത് ഞാൻ അനുസരിച്ചോ, അല്ലെങ്കിൽ ഇത് വരുത്തുന്ന ആപത്ത് എന്താണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ അനുസരിക്കാറുണ്ടോ? അതോ വേണം വേണ്ട എന്ന് പറഞ്ഞ് ഇതിപ്പോൾ ഒരു വല്ലാത്ത സംഹാരകൻ, വേറെ എവിടെയെങ്കിലും കൂടെ പോകേണ്ടവൻ ഇതുവഴി കയറി വരികയാണ് എന്ന് പറഞ്ഞ് അനുസരിക്കുന്നതാണോ? പ്രിയ സഹോദരങ്ങളെ, അനുസരണത്തിൻ്റെ മറ്റൊരു ഗുണം ശ്രദ്ധിച്ചോണം. മറ്റൊരു ഗുണം, ഈ സംഹാരദൂതൻ വരുന്നത് ഇസ്രായേൽ ജനങ്ങളെ കൊല്ലാനാണോ? അല്ല. പക്ഷേ അനുസരിച്ചില്ലെങ്കിൽ ഇസ്രായേലിലെ ആൺപിള്ളാർ മരിച്ചു പോകും, ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ അടുത്തവന് വരുന്ന ശാപം, ബാക്കി പറ, നമുക്കും വരാം. ഇത് നമുക്കുള്ളതല്ല,
സഹോദരങ്ങളെ, വിശ്വാസികളെ, നാം ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കയ്യിലെ തൂവള്ളയിൽ കർത്താവ് നമ്മളെ വഹിച്ചുകൊള്ളും, അന്ത്യത്തോളം നമ്മളെ സൂക്ഷിക്കും. ഇതൊക്കെ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്നാൽ ഓർത്തോണം, അവിശ്വാസികൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ഇന്ന് വിശ്വാസികളായ നാം നേരിടേണ്ടവരെ അല്ല. ബട്ട് വൈ? എന്തുകൊണ്ട് നമ്മൾ ഇന്ന് നേരിടുന്നു? കാരണം അവന് വരേണ്ട ശിക്ഷ അനുസരണക്കേട് കാരണം നമ്മൾ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ദൈവം നമ്മെ ഈ ഭൂമിയിൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ വിജയോത്സവമായി ജീവിക്കാനായിട്ട് നമ്മളെ വിളിച്ച് വേർതിരിച്ചതാണ്. പക്ഷേ ഒരു അവിശ്വാസിയേക്കാൾ അതമ്പതിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ ഇന്ന് ഭയങ്കര കഷ്ടതയിലും ബുദ്ധിമുട്ടിലും നാണക്കേടിലും വിശ്വാസികൾ ആരെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ ഓർത്തോണം, ഇത് നമുക്ക് വരേണ്ടതേ ആയിരുന്നില്ല, അടുത്ത വീട്ടിൽ പോകേണ്ടതായിരുന്നു. നമ്മുടെ അനുസരണക്കേട് കാരണം ഇത് നമ്മുടെ വീട് സന്ദർശിച്ചതാണ്. മക്കളെ, മാതാപിതാക്കന്മാർ പറയുന്ന വാക്കുകൾ, ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ലോജിക്കലി ഒരു പിടുത്തം കിട്ടത്തില്ല, പക്ഷേ അനുസരിച്ചാൽ അതിൻ്റെ ഗുണം ഏറെ വലുതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. വെള്ളം നിറയ്ക്കാനേ പറഞ്ഞുള്ളൂ, പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവർ വക്കോളം നിറച്ചു, ഇവരനുസരിച്ചു. എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്? ഈ അത്ഭുതം അവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണ്? ആ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു പ്രത്യേക കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അടയാളങ്ങളുടെ ആരംഭമായി. കാനായിലെ കല്യാണം സംഭവിച്ചു. അടുത്ത, ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അർത്ഥം, നമ്മുടെ അനുസരണം നമ്മെ വിശ്വാസത്തിന്റെ പടിയിൽ ഒന്നുകൂടെ കയറാനിടയാക്കും, വിശ്വാസം ഉറയ്ക്കാൻ സഹായിക്കും. നാം പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസമാകുന്ന വേര് ഈ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി കൊടുങ്കാറ്റ് വന്നാലും ആടാതെ ഉലയാതെ നിൽക്കും നമ്മുടെ വിശ്വാസം. അതിൻ്റെ കാരണമെന്നുള്ളത് നമ്മൾ എത്രത്തോളം അനുസരിക്കുന്നോ അത്രത്തോളം നമ്മുടെ വേര് താഴേക്ക് ഇറങ്ങും. അനുസരിച്ചാലുള്ള ഗുണമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അനുസരണം നമ്മുടെ വിശ്വാസ ജീവിതത്തെ വർദ്ധിപ്പിക്കും. ദൈവത്തിലുള്ള വിശ്വാസം, പ്രാർത്ഥനയിലുള്ള വിശ്വാസം, ആരാധനയിലുള്ള വിശ്വാസം, വിശുദ്ധ വേദപുസ്തകത്തിലുള്ള വിശ്വാസം, കുടുംബജീവിതത്തിലുള്ള വിശ്വാസം, കർത്താവിൻ്റെ 2-ാം വരവിലുള്ള വിശ്വാസം, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആത്മീക കാര്യങ്ങളിൽ നമുക്ക് ആവേശം കൂടും. എപ്പോൾ? അനുസരിച്ചാൽ. ഇവിടെ ഇവർ അനുസരിച്ചു, അത് ഇവരുടെ വിശ്വാസത്തെ കൂട്ടി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ഒരു കാര്യം എന്നുള്ളത്, ശിഷ്യന്മാർ പലരും വല കഴുകിക്കൊണ്ടിരുന്നു. അതിൽ പത്രോസിലുള്ളതിനായ ഒന്നിൽ യേശു കർത്താവ് കയറി. വായിച്ചോ അതിൻ്റെ 8-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. മതി. ഈ പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എന്നാലും അങ്ങയുടെ വാക്കിന് വല ഇറക്കാം, ഞാൻ അനുസരിക്കാം. ഇത് തൊട്ടടുത്ത തലത്തിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി. എന്താണ്? ഈ വല വലിച്ചു കയറ്റി മീന് പെരുകി. ഉടനെ തന്നെ പത്രോസ് പറയണം, പത്രോസ് അത് കണ്ടിട്ട്, പത്രോസ്, നാഥ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമേ. അത് എനിക്ക് ചെറുപ്രായത്തിൽ വായിച്ച വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വാക്കാണ്. ദൈവം അനുഗ്രഹം കൊടുത്തു. ഉടനെ പത്രോസ് പറയണം, കർത്താവേ, എന്നെ വിട്ടു പോ, കർത്താവേ, എൻ്റെ കൂടെ വരണ്ട. എന്താ ഇതിൻ്റെ അർത്ഥം? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, കർത്താവേ, ഇത്രയും വിശുദ്ധനാണല്ലോ അങ്ങ്, എനിക്ക് അങ്ങയുടെ കൂടെ നടക്കാൻ യോഗ്യതയുള്ളവനല്ല. ഞാനത് റിയലൈസ് ചെയ്യുന്നു, ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എത്രയോ കുറവുള്ളവനാണെന്ന്. അനുസരിക്കും തോറും നമ്മുടെ വിശുദ്ധ ജീവിതത്തിലേക്ക് നാം കൂടുതൽ അടുക്കും. അത് അനുസരണത്തിൻ്റെ മറ്റൊരു ഗുണമാണ്. അതായത് ദൈവത്തെ കൂടുതൽ അനുസരിക്കും തോറും കൂടുതൽ നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. കൂടുതൽ നമ്മൾ വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയിട്ട് പോരാടും. കൂടുതൽ നമ്മൾ ദൈവത്തിന് തുല്യമായ രീതിയിൽ, എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ തലയ്ക്കൊത്തവണ്ണം വളരാൻ നമ്മെ സഹായിക്കും. ക്രിസ്തുവിന് അനുരൂപമാകാൻ, ദൈവത്തിന് തുല്യമെന്നുള്ളതല്ല, ക്രിസ്തുവിന് അനുരൂപമാകാൻ നാം ഇവിടെയാകും ദൈവത്തെ അനുസരിക്കുകയാണെങ്കിൽ.
എത്രയോ നല്ല അനുഗ്രഹമാണ്. എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തീർന്നില്ല, തൊട്ടടുത്ത് വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. വായിച്ചോ അതിന്റെ 10-ാമത്തെ വാക്യം. ശീമോന്റെ കൂട്ടാളിയായ യാക്കോബ് യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകുമെന്ന് പറഞ്ഞു. മതി. അനുസരിച്ചപ്പോൾ തന്നെക്കുറിച്ചുള്ള ദൈവ നിയോഗം എന്താണെന്ന് പത്രോസ് മനസ്സിലാക്കി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നിയോഗം എന്താണ് എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. ഞാൻ കേരള സ്റ്റേറ്റിന് വേണ്ടി ഓടിയ ഓട്ടക്കാരനാണ്. 800 ആണ് എൻ്റെ ഈവൻ്റ്. അപ്പോൾ ഞാൻ ഈ ഓട്ടത്തിൽ നല്ല ഇതായതുകൊണ്ട് എനിക്ക് മിലിറ്ററിയിൽ നിന്നൊരു കോൾ ലെറ്റർ വന്നു. താങ്കളെ മിലിറ്ററിയിൽ ചേർത്തിരിക്കുന്നു പറഞ്ഞ കോൾ ലെറ്റർ വന്നു. ഭയങ്കര സന്തോഷമായി. ആ ആഴ്ചയിൽ തന്നെ അടുത്ത് വേറൊരു കോൾ ലെറ്റർ വന്നു. അത് എൻ്റെ വീട് എയർപോർട്ടിനടുത്താണ്. അപ്പോൾ എയർപോർട്ടിനടുത്ത് താമസിക്കുന്നവർക്ക് ഒരു പ്രത്യേക പരിഗണനയുണ്ട്. എയർപോർട്ടിൽ ജോലി. എയർപോർട്ടിൽ നിന്ന് ഒരു കോൾ ലെറ്റർ വന്നു, 2 കോൾ ലെറ്റർ. ആ ആഴ്ച തീരുന്നതിന് മുമ്പ് വേറൊരു കോൾ ലെറ്റർ വന്നു. അത് ബൈബിൾ കോളേജിൽ നിന്നാണ്. 3 കോൾ ലെറ്റർ. ബൈബിൾ കോളേജ്, എയർപോർട്ട്, മിലിറ്ററിയിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. സ്പോർട്സിലൂടെ ജോലി കിട്ടുന്ന ഭാഗ്യമാണ്. എന്തോ കാര്യം എന്നറിയാമോ? തിന്നണം, കളിക്കാൻ പോകണം, തിന്നണം, കളിക്കാൻ പോകണം, കളിക്കാൻ പോകണം, തിന്നണം. ഇത് മാത്രമേ ഉള്ളൂ. റിട്ടയർഡ് ആകുന്നവരെ വേറെ പരിപാടിയൊന്നുമില്ല. അത് നല്ല രസമാണ്. സ്പോർട്സിന് അങ്ങ് പോയാൽ മതി. പിന്നെ ആരോഗ്യവും നല്ല ഇത്. പിന്നെ വേറെ മറ്റേ സിയാച്ചിനിൽ അവിടെ ഇവിടെ ഒന്നും കൊണ്ടിടത്തില്ല. നമ്മളെല്ലാം ഈ സ്പോർട്സ് താരങ്ങളായിട്ട് അങ്ങ് പോകും. ഇനി എയർപോർട്ടിൽ ജോലി കിട്ടുകയാണെങ്കിൽ പിന്നെ പറയുകയും ചെയ്യേണ്ട, നടന്നു പോവുക. ഇപ്പോഴും ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ പെട്ടിയും കൊണ്ട് ഇങ്ങനെ ട്രോൾ ചെയ്ത് നടന്നാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മുടെ മെയിൻ റോഡ് വരെ പോകുന്ന ദൂരമേ ഉള്ളൂ. വീട്ടിൽ നിന്ന് എയർപോർട്ട് അടുത്താണ്. ഇതിനിടയ്ക്കാണ് ബൈബിൾ കോളേജിലെ കോൾ ലെറ്റർ. അവിടെ പോയി പശുവിനെയും കറന്ന് വളരെ രസകരമായ കാലഘട്ടമായിരുന്നു. പക്ഷെ ഇതിലേത് തിരഞ്ഞെടുക്കണം? 3ാമത്തെ തിരഞ്ഞെടുത്തു. ബൈബിൾ കോളേജിൽ പോകാം, പഠിക്കാം, അനുസരണം. ഒരിക്കൽ പോലും ഞാൻ തിരിഞ്ഞു നിന്നിട്ട് ഞാനിതനുസരിച്ചു എന്നുള്ള കാരണത്താൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല സഹോദരങ്ങളെ, ഒരിക്കൽ പോലും. എൻ്റെ നിയോഗം എന്താണെന്ന് ശരിയായി മനസ്സിലാക്കാനിടയായത് ആ ഒരു അനുസരണമാണ് എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുകയാണ്. ഒന്നനുസരിച്ചിരുന്നെങ്കിൽ, ശരിയായി ദൈവത്തെ അനുസരിച്ചിരുന്നെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആരും ലേറ്റ് ആയിട്ടില്ല. ഇന്നു മുതൽ ആരംഭിച്ചാൽ മതി. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗം 10 വർഷം കഴിഞ്ഞ് ഞാൻ ആരാകണം, 15 വർഷം കഴിഞ്ഞ് ഞാൻ ആരാകണം, 25 വർഷം കഴിഞ്ഞ് ഞാൻ ഈ തൃശ്ശൂരിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നിയോഗം നമ്മൾ മനസ്സിലാക്കും, നമ്മൾ അനുസരിച്ച് തുടങ്ങിയാൽ. അനുസരണം അത്രയും പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അനുസരണമുള്ളവനായി തീർന്നു. യേശു കർത്താവ് അനുസരണമുള്ളവനായി തീർന്നു. ഈ അനുസരിക്കുമ്പോൾ ഉണ്ടല്ലോ ചിലതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും. ഒന്ന് ക്ഷമ പറയാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, ഒന്ന് ക്ഷമിക്കണമെന്ന് പറയാൻ പോകുമ്പോഴല്ലോ നമ്മുടെ ഈഗോയൊക്കെ ഒന്ന് തറയിൽ പോകും, കളയേണ്ടി വരും. അനുസരിക്കുമ്പോൾ പലതും വിട്ടുകൊടുക്കേണ്ടി വരും. പക്ഷേ എന്താണ് അതിൻ്റെ റിസൾട്ട്? തൊട്ടടുത്ത് എഴുതി വെച്ചിരിക്കുന്ന വാക്യം വായിച്ചോ, അതിൻ്റെ 8-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. പ്രിയ സഹോദരങ്ങളെ,
ദൈവവചനത്തിലെ ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ അനുസരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടം വരികയില്ല. മറിച്ച് അതുകൊണ്ട് ദൈവം നമ്മെ ഉയർത്തേണ്ട സ്ഥലത്ത് ഉയർത്തും, നമ്മെ ആക്കേണ്ട സ്ഥലത്താക്കും. അതാണ് ഇവിടെ തെളിവ്. ഇനിയുമുണ്ട് യേശു കർത്താവിൻ്റെ ലൈഫിനെ കുറിച്ച് വായിക്കാൻ എഴുതി വെച്ചിരിക്കുന്ന ഫിലിപ്പിയർ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, 2:12. അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. മതി. ആ വാക്യം വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. എന്നാൽ ഞാനത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ സമയത്തിനുള്ളിൽ നിർത്തട്ടെ. നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. ഇനിയിപ്പോൾ എന്തോ പ്രവർത്തിക്കാനുള്ളത്? നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ലേ, പിന്നെ എന്തിനാ ഇനി പ്രവർത്തിക്കേണ്ടത്? രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്വർഗരാജ്യത്തിലെത്തും. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ രക്ഷയ്ക്കായി ഇനിയും പ്രവർത്തിക്കുവിൻ. അപ്പൊ എന്തായിരിക്കും? മുകളിലത്തെ വാക്യം ഇനി ഒന്നുകൂടെ വായിച്ചോ. സെയിം വാക്യം 12. അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ നിങ്ങളുടെ രക്ഷയ്ക്കായി ഇനിയും അനുസരിക്കുവിൻ. നിങ്ങൾ അനുസരിക്കുന്നവരാണ്, നല്ല കാര്യമാണ്. ഈ സഭയിലെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് വളരെ ബഹുമാനത്തോടെ ഭവ്യതയോടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതം എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങൾ അനുസരിക്കുന്നവരാണ്, നല്ലവരാണ്. പക്ഷേ അതവിടെ കൊണ്ട് നിർത്തരുത്. ഇനിയും നിങ്ങളുടെ രക്ഷയ്ക്കായി. എന്ത് രക്ഷയ്ക്കായി? ഈ ഭൂമിയിലെ പാപമംഗലമായ ജീവിതത്തിൽ നമ്മൾ ഇനി വീണു പോകാതിരിക്കാനും, പിശാചിന്റെ ആക്രമണത്തിലോട്ട് നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കാനും, മറ്റുള്ളവർക്കുള്ള ശിക്ഷാവിധി നമ്മുടെ ഭവനത്തിലോട്ട് കയറി വരാതിരിക്കാനും ഇനിയും രക്ഷയ്ക്കായി അനുസരിച്ചു കൊണ്ടിരിക്കുവിൻ. അനുസരിച്ചാലുള്ള ഗുണങ്ങളാണ് നാം ഇവിടെ വിശദമായിട്ട് കേട്ടത്. ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 7-9. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്നു രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. അനുസരിക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ട്. പക്ഷേ കഷ്ടപ്പെട്ടനുസരിച്ച നമ്മുടെ കർത്താവിനെ ഓർക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഈ കഷ്ടതയുടെ അനുസരണം തിരഞ്ഞെടുത്തുകൂടാ? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരാൾ അനുസരിച്ചു എന്നുള്ള കാരണത്താൽ നമ്മുടെ തലമുറകൾക്ക് അത് അനുഗ്രഹമായി തീരും. ഞാൻ അനുസരണം എന്നുള്ളത് ഒരു പൊതു കാര്യമായിട്ട് പറഞ്ഞുവെങ്കിലും മാതാപിതാക്കന്മാരെ മക്കളോട് പറയട്ടെ, മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ക്രിസ്തുവിൽ അനുസരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ ഈഗോയെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എൻ്റെ ഭർത്താവിനെ ഞാൻ അനുസരിച്ചു, ഞാനതിൽ സന്തോഷിക്കുന്നു എന്ന് പറയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വിശ്വാസികളായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സഭയ്ക്ക് ദൈവം നൽകിയ മൂപ്പന്മാർ, ശുശ്രൂഷകന്മാർ, സുവിശേഷകന്മാർ, അവർ നമ്മോട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല, ഒരു നാണക്കേടും വരാൻ പോകുന്നില്ല. അനുസരിച്ചതുകൊണ്ട് ലാഭമേ ഉള്ളൂ. വേദപുസ്തകം അതാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരനുസരണക്കേട് എത്രമാത്രം അപകടത്തിലോട്ട് ആളുകളെ കൊണ്ടുപോയി എന്നുള്ളത് നാം തുടക്കത്തിൽ വിശദമായി കേട്ടതാണ്. ആദാമിൻ്റെ കാര്യത്തിലും അബ്രഹാം സാറയുടെ കാര്യത്തിലും മോശയുടെ കാര്യത്തിലും ദേഷ്യം വന്നപ്പോൾ ഒന്ന് അടിച്ചുപോയി. പക്ഷേ 6 ലക്ഷം ആളുകൾ നയിച്ച ഈ മഹാരഥനായ മനുഷ്യൻ ദൈവം നീതിമാനായതുകൊണ്ട് അങ്ങോട്ട് കയറ്റിയില്ല. നമ്മുടെ ജീവിതത്തിലും അനുസരണക്കേട് കാണിച്ചു എന്നുള്ള കാരണത്താൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വളരെ വലിയ കാര്യങ്ങളാണ്. ഈ നിത്യതയിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ എഴുതിയതാണ്. നമ്മൾ വിശ്വാസികളൊക്കെ സ്വർഗത്തിൽ പോകുമ്പോൾ നമുക്ക് ഭാവനയാണ്, ഒറിജിനലല്ല. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്.
നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുന്ന ഭവനത്തിൻ്റെ മുൻപിൽ, ഭവനം പണിയാനാണല്ലോ പോയിരിക്കുന്നത്, അതുകൊണ്ട് ഭവനത്തിൻ്റെ മുൻപിൽ നമ്മളെത്തും. നമ്മളവിടെ എത്തുമ്പോൾ നമ്മുടെ പേരിലുള്ള ഭവനം ഒരു ചെറിയൊരു ഒരു 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 കുടില് പോലെ. അപ്പോൾ ദൂതൻ പറയും, ബെൻസിക്ക് ഇതാണ് വീട്, പക്ഷേ താങ്കൾക്കുള്ള സ്ഥലം വേണ്ട, ഇത്ര ഏക്കർ സ്ഥലമുണ്ട്. ഇത്ര ഏക്കർ സ്ഥലത്തിൽ എനിക്ക് ഇത്രയും വീടേ ഉള്ളോ? അപ്പോൾ ദൂതൻ പറയും, അതിൻ്റെ തൊട്ട് ബാക്കിൽ കണ്ടോ? ബാക്കിൽ നോക്കിയപ്പോൾ ഒരു കൊട്ടാരം ഉണ്ടാക്കാനുള്ള സകല സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ദൂതൻ പറയും, അതെ, അതും ബെൻസിക്കിനുള്ളതായിരുന്നു. പിന്നെ അതവിടെ കിടക്കുന്ന കാരണം എന്നറിയോ? അത് ബെൻസിക്കിന് വേണ്ടി ഇങ്ങനെ ഓരോ സമയത്തിന് വേണ്ടി മാറ്റി മാറ്റി വെച്ചതായിരുന്നു. അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അതെല്ലാം അവിടെ വേസ്റ്റായിട്ട് കിടക്കുകയാണ്. അനുസരിച്ചു എന്നുള്ള കാരണത്താൽ ഈ കുടിലുണ്ടല്ലോ, ഇതിനകത്ത് താമസിച്ചോ. നമുക്ക് എല്ലാവർക്കും ഏക്കർ കണക്കിന് സ്ഥലം കിട്ടും, പക്ഷേ നമുക്കവിടെ ഏത് ടൈപ്പ് വീടായിരിക്കുമെന്ന് നൗ യു ക്യാൻ ഡിസൈഡ്. ഇവിടെ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ എഴുത്തുകാരൻ പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാചകം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സ്വർഗത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഒരു 10% ദൈവം നമുക്ക് ഇപ്പോൾ വെളിപ്പെടുത്തിയെങ്കിൽ, സ്വർഗത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തിൻ്റെ എത്ര ശതമാനം? ഒരു 10% ദൈവം നമുക്ക് ഇപ്പോൾ വെളിപ്പെടുത്തിയെങ്കിൽ, നമ്മൾ ഇപ്പോൾ അനുസരിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് നമ്മൾ അനുസരിച്ചിരിക്കും, ഉറപ്പാണ്. 10% ഇപ്പോൾ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് അനുസരിക്കാം. അനുസരിച്ചതുകൊണ്ട് ഒരു നഷ്ടവും വരത്തില്ല, ലാഭമേ വരത്തുള്ളൂ. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. കേട്ട വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. When we walk with the Lord in the light of His word, what a glory He sheds on our way. And while we do His good will, He abides with us still. And for all who will trust and obey, so trust and obey, for there's no other way to be happy in Jesus than to trust and obey. Let's do that again. So trust and obey, for there's no other way to be happy in Jesus than to trust and obey.